നമ്മുടെ മുത്തിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കും. എൻ്റെ മുത്തിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കും. പറ മുത്തേ, എന്താ വിശേഷം? എന്തുണ്ട്? സുഖമല്ലേ? സുഖമായിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് എല്ലാവരും ഒന്ന് കാണുന്നു, വോട്ട് ചെയ്യുന്നു, അല്ലേ? പറയൂ, അമ്മയിലേക്ക്, നമ്മുടെ തറവാട്ടിലേക്ക് വന്നേക്കുവാണ്. അതെ അതെ, എന്താ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും ഒരുമിച്ചൊന്ന് കാണാനുള്ള ഒരു അവസരം, പിന്നെ നമ്മൾ ഇവിടൊക്കെ തന്നെ ഉണ്ടെന്ന് എല്ലാവരെയും ഒന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം, അതൊരു പോയിന്റ് ആട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ജനാധിപത്യപരമായ രീതിയിൽ വോട്ട് ചെയ്യാനും അതും ചെയ്യണ്ടേ. അപ്പോൾ അതിനും കൂടെ വേണ്ടി വളരെ സന്തോഷത്തോടെ വന്നതാണ്. അപ്പോൾ നമുക്ക് കൗണ്ടറിൽ പോയി രജിസ്ട്രേഷൻ ചെയ്യുക, വോട്ട് ചെയ്യാം. പടത്തിന്റെ കാര്യം പറയണ്ട, അതും കൂടെ ഞാൻ ഇടയ്ക്ക് ഒരു പ്രൊമോഷൻ 916 കുഞ്ഞൂട്ടൻ ഒരു പ്രൊമോഷൻ. അതെ അതെ, അതാണ് അടുത്ത പടം മെയിൻ റോഡ് ചെയ്യുന്നത്. മിക്കവാറും അടുത്ത മാസം ലാസ്റ്റോടുകൂടി റിലീസ് ചെയ്യും. ഓഗസ്റ്റ് ലാസ്റ്റാണ് പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ വിശദമായിട്ട് കുറച്ച് നമ്മൾ പറയുന്നതായിരിക്കും പിന്നീട്. താങ്ക് യു കേട്ടോ. അപ്പം നമ്മുടെ ഈ പ്രിയ താരങ്ങളുടെ അടുത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയല്ല. എന്തായാലും നമ്മൾ വീണ്ടും അടുത്ത ആളുകളിലേക്ക് വേണം. നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ജെയിനാണ്. ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ്. അതോടൊപ്പം മൈക്കിയും നീതുസും കൈ കോർത്തിരിക്കുന്നു. നമ്മളിങ്ങനെ പോവാണ്. അതെ, പഴയ താരങ്ങൾ ഇങ്ങനെ ഇവരെ കണ്ട്. ഇത് ഗുസ്തിയാണോ? പഞ്ചഗുസ്തി പിടിക്കാം? ഗുസ്തിയല്ല, ബീനേച്ചി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എന്റെ ചെറിയ പ്രായത്തിൽ കാണുന്ന അതിസുന്ദരിയായ ഒരു ബീനേച്ചിങ്ങനെ വയസ്സുണ്ടെന്നോ? ഇപ്പോഴും, അതായത് എന്റെ ചെറുപ്രായം മുതൽ ഞാൻ കാണുന്ന ആ മുഞ്ചിൽ തന്നെയും ഹാർഡ് വർക്ക് ചെയ്ത് ഇത്ര എഫക്റ്റീവായി നിൽക്കുന്ന ഒരാള് ബീനേച്ചിയാണ്. അതിന് ഞാൻ ആ ഒരു മനസ്സിന് ഭയങ്കര വലിയ ക്ലാപ്പ് കൊടുക്കും. ഞാനിങ്ങനെ അല്ല ബിനാന് ഞാൻ വന്നോണ്ട് കുറെ കാര്യങ്ങളൂടെ കിട്ടി. അങ്ങനെയാണ് പോട്ടെ, അങ്ങനെയാണ്. നമ്മളൊക്കെ സിനിമ കണ്ട് വളർന്നവരാ ഞാനൊക്കെ. വോട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ആലോചിച്ച് കൃത്യമായിട്ട് വോട്ട് ചെയ്തേക്കണം. തീർച്ചയായിട്ടും നമ്മളിത് എങ്ങനെ പോകണത്. ഞാൻ നേരത്തെ വന്നപ്പോൾ ഞാൻ റോണീനെ കണ്ടില്ല. എവിടെ? റോണി മത്സരിക്കുന്നുണ്ട്, മനസ്സിലായല്ലോ അല്ലേ? മത്സരിക്കുന്നുണ്ട്, മിടുക്കനാണ്. എന്താ വെച്ചാൽ നമ്മളൊരു സംഗതി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്റെ മുമ്പ് വെച്ച് പറയരുത്. എനിക്ക് വോട്ട് തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവനെ വിളിച്ചു നിർത്തിയിട്ട് ഇത് പെട്ടെന്ന് 11 പേരുണ്ട് ഇങ്ങനെ മനസ്സിലാണ്. അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, സുരാജ് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും സുരാജിന് ചെയ്യുന്ന അറിയാലോ ഞാൻ. പിന്നെന്താണ് അതുപോലെ തന്നെ ഇവിടെ 11 പേർക്ക് വോട്ട് ചെയ്യാം. 12 ഇട്ട് അസാധുവാക്കാം. ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ വോട്ടെങ്കിലും ചെയ്യണം. റെഡി? ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. എല്ലാം അങ്ങനെ നമ്മളിങ്ങനെ ഓരോരുത്തരടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നാളെ ശേഷം എല്ലാവരും കാണുന്നുണ്ടല്ലോ. വന്നു കഴിഞ്ഞാല് നല്ലതാണ്, നമുക്ക് ചെയ്യും. ഞങ്ങൾ ചെയ്യുന്ന കാര്യം ഉറപ്പാണ്. ഒരു മാറ്റം വേണം. തീർച്ചയായിട്ടും എല്ലാവരും വരണമെന്ന് തന്നെ നമുക്ക് നോക്കാം. കൗണ്ടിങ് കഴിഞ്ഞിട്ട് നമ്മളോട് നിൽക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ ആളുകൾ വന്ന് പോയി നിൽക്കുന്നു. ഗംഭീരമായിട്ട് കാര്യങ്ങൾ പോകുന്നു. സുരാജ്, ഏറ്റവും വലിയ സന്തോഷം വൻഭൂരിപക്ഷത്തോടു കൂടി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. അമ്മയുടെ എല്ലാ മെമ്പർമാരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി. പൊളിച്ചോട്ടെ. ഇനി വൈകുന്നേരം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആദ്യം ഇത് ടെലികാസ്റ്റ് ചെയ്തോ. അത് ഗംഭീരമായി, പൊളിയായിട്ടുണ്ട്. അത് ഇനി ഇപ്പൊ സുരാജ് പറഞ്ഞ കാര്യങ്ങളല്ലേ? സുരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഗംഭീര ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു, എല്ലാവർക്കും വോട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി എന്നായി പഠിച്ചത്. എനിക്ക് അത്ര വിശ്വാസം. എന്റെ ആള് എന്റെ മെയിൻ ആള് അത് എടുക്കണം, നിങ്ങൾ എടുക്കാം. ആ കോംബോ അങ്ങോട്ട് നമ്മള് കണ്ട. ഈ വോട്ട് സുരാജ് എന്ത് പറഞ്ഞാലും അല്ല എന്ത് പറഞ്ഞാലും ഈ വോട്ട് ഇവിടെ അല്ലാതെ പോകില്ല, ഇവിടെ പോകുള്ളൂ. അവിടെ പോയിട്ട് നോക്കിയിട്ട് സാധാരണ വോട്ടുകളല്ലേ ഇത്? ഡബിൾ പവറുള്ള വോട്ടാ, എക്സ്ട്രാ പവറുള്ള വോട്ടാണ്. പക്ഷേ ഇനി സുരാജ് തവണ വോട്ട് വെച്ചാൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അറിഞ്ഞോ അറിയാതെ എനിക്ക് വോട്ട് ചെയ്താൽ നിന്നെ കൊന്നുകളയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒന്നും പറഞ്ഞില്ല. ഒരാളോട് വോട്ട് ചോദിച്ചില്ല. ഉഗ്രൻ വോയിസിൽ വോട്ട് വയ്ക്കാൻ പോണ്. ബിജുക്കുട്ട വാ ഉണ്ടാവും.
എനിക്ക് സുരാജിന് വേണ്ടി വോട്ട് ചെയ്യും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എൻ്റെ കൂട്ടുകാരനും സഹപ്രവർത്തനമായ ടിനി ടോമിനും സുരാജിനും വേണ്ടി നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ഇവർക്ക് രണ്ടുപേർക്കും രേഖപ്പെടുത്തി ഇവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ അനൗൺസർ ആയിരുന്നു. പിഷാരടി സ്ഥാനാർത്ഥി വന്നു. പിഷാരടി വന്നത് ഇതൊക്കെ എവിടെയാണ് നിങ്ങൾ വോട്ട് ചോദിക്കാതെ ഇവിടെ മാറി നടക്കണോ? എല്ലാവരോടും വോട്ട് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും വോട്ട് ചെയ്യുകയും ചെയ്യും. ഒരു മികച്ച ഭരണസമിതി തന്നെയായിരിക്കും ഇത്തവണ വരാൻ പോകുന്നത്. പൊളിക്കും. പിഷാരടി ആരോടൊക്കെ വോട്ട് ചോദിച്ചു? എന്തൊക്കെ പറഞ്ഞു വോട്ട് ചോദിച്ചില്ല? ഇല്ല, ഞാൻ കുറച്ച് പേരോട് ചോദിച്ചുള്ളൂ. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ലോ. അവർ ഓൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ടാവും. ചോദിച്ചില്ല എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കാനുള്ള സാധ്യതകളില്ല. കുറച്ച് പേരല്ലോ, എല്ലാവർക്കും അറിയാം ആരൊക്കെ നിൽക്കുന്നുണ്ട്. ഓൾറെഡി എല്ലാവരും തീരുമാനം എടുത്തിട്ടുണ്ടാവും. വരട്ടെ. അതെ, ഇതിപ്പോ ഇനി എല്ലാരും ഒരു ഫാമിലിക്കകത്ത് ആര് ജയിച്ചാലും തോറ്റാലും ഒന്നുമില്ല. അയ്യോ, അത്രയല്ലേ ഉള്ളൂ. നമ്മൾ ഒരു മണി വോട്ട് ചോദിക്കുന്നു, പിന്നെ നമ്മൾ കെട്ടിപ്പിടിക്കുന്നു. ഇവിടെ എല്ലാവരും പിന്നെ അല്ല, ഇപ്പോഴും ഒക്കെ കെട്ടിപ്പിടിച്ച് തന്നെ നിൽക്കുന്നു. ഇപ്പോഴും ഈ കെട്ടിപ്പിടുത്തത്തിനിടെ ഞാൻ വോട്ട് ചോദിച്ചിട്ടില്ല. ഞങ്ങൾ കെട്ടിപ്പിടിക്കുന്നേ അതിൽ തന്നെ കാര്യങ്ങളുണ്ടെന്ന്. അതെ. അപ്പൊ എന്തായാലും പിഷാരടി എല്ലാ വിജയാശംസകളും നേരുന്നു. പൊളിക്കും. ശരിക്കും എല്ലാരെയും കാണുന്നത് അലി എനിക്ക് വേണ്ടി സംസാരിച്ച കാര്യങ്ങളാണ്. നടക്കോ? നമ്മൾ ഓൾറെഡി വിജയിച്ച്. ഞങ്ങൾ ഓൾറെഡി വിജയിച്ചേക്കാം. പിന്നെ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? ബിചേട്ടനൊക്കെ വന്നിരിക്കുന്നു. ഇലക്ഷൻ്റെ ഇതിലേക്ക് ബിചേട്ടൻ വന്നു. ബിചേട്ടൻ്റെ തലവൻ സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്നു. തലവന് ശേഷം ബിചേട്ടൻ ഇന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ ഒരു ആശംസകൾ ബിചേട്ടൻ കൊടുക്കുന്നു. ബിചേട്ട ആദ്യം ആശംസകൾ. തലവൻ സൂപ്പർ ഹിറ്റ്. അത് തന്നെ ഞങ്ങൾ രണ്ടു പറയാം. സൂപ്പർ ഹിറ്റ്. താങ്ക് യു. ഒന്നും പറയാനല്ലോ. അന്ന് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിനക്ക് സുഖാണോ? എനിക്ക് സുഖമാണല്ലോ. ഓ, ഓക്കെ, തീർച്ചയായും സൂപ്പർ ഹിറ്റ് കേട്ടോ. ഇതാണ് ഓരോ സിനിമ കണ്ടിട്ട് ആളുകളെ കണ്ട് നേരിട്ട് പറയുമ്പോൾ ഒരു നമുക്കൊരു ആത്മാർത്ഥത ഉണ്ടല്ലോ. നമുക്ക് ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ താഴെ വീട്ട് കണ്ടു. അമ്മയിലേക്ക് നമ്മൾ തറവാട്ട് വീട്ടിലേക്ക് വന്നൊരു ഫീൽ അല്ല നമുക്ക്, അല്ലേ? തീർച്ചയായും. പിന്നെ പറയൂ. അത് തന്നെ തറവാട്ട് വീട്ടിലേക്ക് വന്നൊരു ഫീല്. ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. എല്ലാവരും കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് ഇനി അകത്തോട്ട് പോകാൻ പോകണം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം അമ്മയിൽ വരുമ്പോഴെങ്കിലും കാണുക, നമ്മുടെ സിനിമ, ലാലേട്ടൻ്റെ സിനിമ എന്തായി? ഇടയ്ക്ക് ഒരു വാർത്ത ഒന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ എന്തായാലും ഉണ്ടാവും. അതിനെപ്പറ്റി നമുക്ക് ആധികാരികമായിട്ട് പറയാം. വേറൊരു അവസരത്തിൽ ഞാൻ പറഞ്ഞോളാം. ഓക്കെ അല്ലേ? ഓക്കെ.